ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു മിൽക്ക് ബ്രെഡിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ബ്രെഡിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഇനി ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ മിൽക്ക് ബ്രെഡൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ പുതിയതായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഈസ്റ്റ് മിക്സ്ചർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 165 ml വാം മിൽക്ക് എടുത്തിട്ടുണ്ട്. ചെറു ചൂടുള്ള പാല്, അതിലോട്ട് ഒരു ടീസ്പൂണോളം പൗഡർ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ അതിലോട്ട് ഒരു 3 ഗ്രാം ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് നമുക്ക് പാക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഡോ മിക്സ്ചർ ഉണ്ടാക്കുകയാണ്. നമ്മുടെ ബ്രെഡിൻ്റെ ഡോ നമ്മൾ സെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 കപ്പോളം ബ്രെഡ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. നമ്മൾ മൈദയല്ല എടുത്തിരിക്കുന്നത്, ബ്രെഡ് ഫ്ലോർ തന്നെ സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും, അതാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം പൊടിച്ച പഞ്ചസാര പൗഡർ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിലോട്ട് ഒരു ടീസ്പൂണോളം സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ മിൽക്ക് ബ്രെഡാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മിൽക്ക് പൗഡർ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ 5 മിനിറ്റ് ആക്ടിവേറ്റ് ആവാൻ മാറ്റി വെച്ച ആ ഒരു ഈസ്റ്റിൻ്റെ മിക്സർ നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്നൊരു മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു സ്പാച്ചുലയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കൈ കൊണ്ടാണെങ്കിൽ ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതായത് കൈ കൊണ്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് ഒരു ബൗൾ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് കവർ ചെയ്തിട്ട് ഒരു ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഒരു 20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അത് 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്കത് ചെറുതായിട്ടൊന്ന് വീർത്ത് വന്ന പോലെ നമുക്ക് മനസ്സിലാവും. ഇനി അതിലോട്ട് ഒരു 15 ഗ്രാം ബട്ടർ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചെറുതായിട്ട് മെൽറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി, എന്നാലും അത് കറക്റ്റായിട്ട് മിക്സ് ആവുള്ളൂ. ഇനി നമുക്ക് അതൊരു ഹാൻഡ് മിക്സർ അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് വെച്ചിട്ട് തന്നെ അതായത് മിക്സ് ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ചിട്ടാണെങ്കിലും മിക്സ് ചെയ്യാം. അപ്പോൾ ദേ ഞാൻ കൈ കൊണ്ട് ഒരു 6-8 മിനിറ്റ് നന്നായിട്ട് നീഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡോ മിക്സ്ചർ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കും, നമുക്ക് കാണാം. നമുക്കൊരു ബോൾ ഷേപ്പിലാക്കിയിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വേറെ ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ആക്കിയിട്ട് നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഒരു ബ്രഷ് വെച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ ആ ബോൾ പോലെ ഉരുട്ടി വെച്ചത് അതിൻ്റെ ഉള്ളിലേക്ക് പ്ലേസ് ചെയ്തതിന് ശേഷം ഒരു 40 to 50 മിനിറ്റ് നമുക്കൊന്ന് കവർ ചെയ്തെടുത്ത് വെക്കാം. അപ്പോൾ അതേ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു കിങ് ഫിലിം വെച്ചിട്ടാണ് അത് കവർ ചെയ്തത്, കാരണം അത് വീർത്ത് വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് അത് വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡോ മിക്സർ നല്ല ഡബിൾ സൈസിലായിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അത് മനസ്സിലാവും, കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും. അപ്പോൾ അതിനുശേഷം ഞാനൊരു ടേബിൾ ടോപ്പിലോട്ട് അല്ലെങ്കിൽ ഒരു മാറ്റിലോട്ട് കുറച്ച് ബ്രെഡ് ഫ്ലവർ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം നമ്മൾ നമ്മുടെ ആ ഡോ മിക്സർ അതിലോട്ട് ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പരത്തുവാണ്, കാരണം അതിൽ ഒരുപാട് എയർ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ തട്ടി കൊടുത്ത് നന്നായിട്ട് പരത്തുവാണ് കൈ വെച്ചിട്ട് തന്നെ. ഇത് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന കോല് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് പരത്തി കൊടുക്കുകയാണ്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ലോഫിൻ്റെ ആ ഒരു പാനിലോട്ട് നമുക്കിത് ഉള്ളിലോട്ട് ഇറക്കി വയ്ക്കണം. അപ്പോൾ ആ ഒരു സൈസിനനുസരിച്ച് നിങ്ങൾക്കിത് ഉരുട്ടിയെടുക്കാം. നിങ്ങളുടെ പാൻ ഒരുപാട് ചെറുതാണെങ്കിൽ ആ ഒരു സൈസിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബ്രെഡിൻ്റെ ലോഫ് പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് ബട്ടർ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ചും കൂടെ നമുക്ക് എളുപ്പത്തിൽ അത് ബേക്ക് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ തേക്കുന്നത്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഡോയിൻ്റെ മിക്സർ അതിലോട്ട് വെച്ചിട്ട് ഒരു 40 to 50 മിനിറ്റ് കവർ ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഡബിൾ സൈസിലാവുന്ന വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നല്ല ഡബിളായിട്ട് നല്ല സൈസിൽ നല്ല ഡബിളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രീഹീറ്റഡ് ആയിട്ടുള്ള ഒരു അവനിൽ ഒരു 165 to 190 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 to 25 മിനിറ്റ്സ് ആണ് ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി മുകളിൽ ആ ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള ആ ഒരു ലെയർ ഒരുപാട് ക്രിസ്പി ആയിട്ട് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് വെച്ചാലും മതി. അപ്പോൾ ഞാനങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ അതേ നമ്മുടെ ബേക്ക് ചെയ്തിട്ട് നമ്മുടെ ബ്രെഡ് കിട്ടിയിട്ടുണ്ട്. നമുക്കതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തട്ടിയിടുമ്പോൾ തന്നെ അതിൽ നിന്ന് വിട്ടു പോരുന്നുണ്ട്, ഒരുപാട് അതിലിങ്ങനെ ഒട്ടിപ്പിടിച്ചൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ബട്ടറും കൂടെ അതിൻ്റെ മുകളിലോട്ടൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്, കുറച്ചും കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മിൽക്ക് ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ ഇപ്പോൾ ഇന്ന് അപ്ഡേറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ തൊടുമ്പോൾ തന്നെ നന്നായിട്ട് അതിങ്ങനെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുതേ. ഉള്ളിലോട്ടൊക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ കുഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം ബ്രെഡ് ഒന്ന് കട്ട് ചെയ്യാനായിട്ട് നോക്കിയായിരുന്നു. അപ്പോൾ ബ്രെഡൊക്കെ കട്ട് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ടൂൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നോർമൽ ഒരു കത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. എന്നിട്ട് പ്ലേറ്റ് ഇങ്ങനെ കറക്റ്റ് പരന്നിട്ടല്ലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ചെരിഞ്ഞായിരുന്നു വരുന്നുണ്ടായിരുന്നത്. പക്ഷേ അത് നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാനൊക്കെ പറ്റി. ഒരുപാട് ഇങ്ങനെ കല്ല് പോലെയൊന്നും അല്ലാത്ത നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാനൊക്കെ എളുപ്പമായിരുന്നു. അപ്പോൾ ഞാൻ അതിലൊരു ചെറിയൊരു പീസ് ഇതേക്കുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടും. ഉള്ളിലൊക്കെ നമുക്കിങ്ങനെ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ അണ്ടർ കുക്കായുള്ള രീതിയിലൊന്നും ഇരിക്കുന്നില്ല. നല്ല കറക്റ്റ് പാകത്തിനാണ് കുക്കായിട്ട് വന്നിട്ടുള്ളത്.
അപ്പോൾ ഞാൻ കഴിച്ച് നോക്കിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. കാരണം മിൽക്ക് പൗഡർ ഇട്ടുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ആ ഒരു മിൽക്ക് ബ്രെഡിൻ്റെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ മിൽക്ക് പൗഡർ ആഡ് ചെയ്യാം, കുറച്ചും കൂടെ ഒരു ഫ്ലേവർ വേണമെങ്കിൽ കുറച്ചും കൂടെ മിൽക്ക് പൗഡർ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം, തീർച്ചയായിട്ടും കമൻസിലൊക്കെ പറയണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.